ഹായ് ഓൾ. അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, ടൈപ്സ് ഓഫ് ഇറേഴ്സ്, ടെസ്റ്റിംഗ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് റിഗ്രഷൻ, കൈ സ്ക്വയർ, ടി ടെസ്റ്റ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, റിസർച്ചിന്റെ ഏരിയയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. നമ്മൾ റിസർച്ചിൽ ആദ്യം തന്നെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ഹൈപ്പോത്തസിസുകൾക്കാണ്. ഇപ്പൊ ഈ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെന്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്നുള്ളത് കൊണ്ട് നൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ആക്ച്വലി നമ്മൾ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നു, ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫീച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് നമ്മളുടെ സ്റ്റഡിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വെദർ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് ദ എക്സ്പെക്ടഡ് വാല്യൂ. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വാല്യൂ, ദാറ്റ് ഇസ് എക്സ്പെക്ടഡ് വാല്യൂ, അതേപോലെ തന്നെ നമ്മൾ സ്റ്റഡി പോസ്റ്റുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലഭിച്ച വാല്യൂ, അതിനെയാണ് നമ്മൾ ഒബ്സർവ്ഡ് വാല്യൂ പറയുന്നത്. സോ ഒബ്സർവ്ഡ് വാല്യൂവും എക്സ്പെക്ടഡ് വാല്യൂവും തമ്മിൽ വളരെ വലിയ രീതിയിൽ വ്യത്യാസമുണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഇന്റൻസിഫൈഡ് ആയിട്ടാണ് മുതലായ കാര്യങ്ങളാണ് നമുക്ക് ആക്ച്വലി ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ സംഭവിക്കുന്നത്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി അറിയാം, അതൊരു അസംഷൻ ആണ്. അതായത് ഇറ്റ് മൈറ്റ് ഒക്കർ ഇൻ ദിസ് മാനർ, അല്ലെങ്കിൽ ഇത് ഇന്ന രീതിയിലായിരിക്കാം എന്ന് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യാണ്. സോ അത് ബേസിക്കലി ഇറ്റ്സ് എ ഫോം ഓഫ് അസംഷൻ. അതേപോലെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സ്റ്റഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിന്റെ ഏരിയയിൽ ഹൈപ്പോത്തസിസ് പോസ്റ്റുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൈപ്പോത്തസിസ് എപ്പോഴും എന്ത് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം, ടെസ്റ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനുമുള്ളൊരു എഫിഷ്യൻസി നമുക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് കൊണ്ട് ഡസ് നോട്ട് മീൻ എനിത്തിങ്. ഹൈപ്പോത്തസിസിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട സവിശേഷത എന്ന് പറയുന്നത് അത് ടെസ്റ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും നമുക്ക് സാധിച്ചിരിക്കണം. അടുത്തത് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരാളുടെ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് ഇപ്പൊ ഞാൻ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ എന്റെ അദറൻസ് അല്ലെങ്കിൽ എന്റെ ഒരു ഇൻകറൻസ് പ്രകാരമാണ് ബേസിക്കലി എന്ത് സംഭവിക്കുന്നത്, അവിടെ റിസൾട്ട് ടാബുലേറ്റ് ചെയ്ത് വരുന്നത്. അടുത്തത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ റാൻഡം വേരിയബിൾസ്. നമ്മുടെ റിസർച്ചിൽ ഒരുപാട് തരത്തിലുള്ള വേരിയബിൾസ് ഉണ്ടാവും. അപ്പൊ ഈ വേരിയബിൾസ് എല്ലാം മാച്ച് ചെയ്ത് വരുന്ന ഒരു പോസ്റ്റുലേഷൻ ആണ് ശരിക്കും എന്ത് ഹൈപ്പോത്തസിസിന്റെ ഫ്രെയിംവർക്കിൽ വരുന്നത്. അപ്പൊ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ ഒരു ടെന്റേറ്റീവ് ഫോം ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എപ്പോ വേണമെങ്കിലും മാറാൻ സാധ്യതയുള്ള ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് ഹൈപ്പോത്തസിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഗസ് ആണ് അല്ലെ. നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിലാണ് നമ്മൾ ബേസിക്കലി ഹൈപ്പോത്തസിസ് എഴുതുന്നത്. നമുക്കറിയില്ല എങ്ങനെയാണ് ആക്ച്വലി അതിന്റെ റിയൽ ഫോം എന്നുള്ളതിനെ കുറിച്ചിട്ട്. സോ ബേസിക്കലി അതെങ്ങനെയാണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ഗസ്. അടുത്തത് ഒബ്സർവേഷൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ദിസ് മൈറ്റ് ഹാപ്പൻ ഇൻ ദിസ് മാനർ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മളൊരു അത്താറൻസ് അല്ലെങ്കിൽ ഒരു ഇൻകറൻസ് ആണ് അവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഹൈപ്പോത്തസിസ് വരുന്ന സമയത്ത് എപ്പോ വേണമെങ്കിലും അതിന്റെ റിസൾട്ട് മാറ്റാനുള്ള അല്ലെങ്കിൽ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇന്ന പാറ്റേണിലേ അത് ഒക്കർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഫോം മാത്രമേ അതിനുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഹൈപ്പോത്തസിസ് നമ്മൾ ജനറൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഏരിയയിൽ ഒരിക്കലും എഴുതാൻ പാടില്ല. എപ്പോഴും വളരെയധികം സ്പോട്ടിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം കൃത്യമായിട്ടുള്ള പോയിന്റ് വൈസ് ഫോർമുലേഷൻസിലായിരിക്കണം എപ്പോഴും നമ്മൾ എന്ത് പോസ്റ്റുലേറ്റ് ചെയ്യേണ്ടത്, ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് പോസ്റ്റുലേറ്റ് ചെയ്യേണ്ടത്. 4 സ്റ്റെപ്പുകളാണ് ബേസിക്കലി ഹൈപ്പോത്തസിസിനുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മള് ഹൈപ്പോത്തസിസ് എന്താണ് എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ എച്ച് നോട്ട് എന്നാണ് നമ്മൾ പറയുക. 2 തരത്തിലാണ് ഹൈപ്പോത്തസിസ് ഉള്ളത്. നൾ ഹൈപ്പോത്തസിസും ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഉണ്ട്. അപ്പൊ എച്ച് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ കംസ് നൾ ഹൈപ്പോത്തസിസ് ആണ് വരുന്നത്. നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതും ഇത്തരത്തിലുള്ള ഹൈപ്പോത്തസിസ് ആണ്.
അപ്പൊ ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു എങ്ങനെയാണ് ഹൈപ്പോത്തസിസ് ഫോം ചെയ്യേണ്ടതെന്ന്. രണ്ടാമത്തത് ആ ഹൈപ്പോത്തസിസിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെ. നമ്മൾ ഹൈപ്പോത്തസിസ് എഴുതുമ്പോൾ തന്നെ എല്ലാ ഹൈപ്പോത്തസിസിനെയും എല്ലാ ഫോംസിലും നമുക്ക് ഈക്വലൈസ് ചെയ്ത് അനലൈസ് ചെയ്യാൻ പറ്റില്ല. പല രീതിയിലാണ് നമ്മൾ ഹൈപ്പോത്തസിസുകളെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ വളരെ വ്യക്തമായി നമുക്കൊരു കമ്പ്യൂട്ടേഷൻ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഹൗ ആം ഐ ഗോയിങ് ഫോർ ദ കമ്പ്യൂട്ടേഷൻ പ്രോസസ് എന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുക. അതായത് ഇവിടെ അനലൈസ് ചെയ്യേണ്ടത് ഏതാണ് എന്ന് മനസ്സിലായി. നമ്മൾ ടി ടെസ്റ്റ് ആണോ, എഫ് ടെസ്റ്റ് ആണോ, കൈ സ്ക്വയർ ടെസ്റ്റ് ആണോ, ഏതാണ് എന്ന് നമ്മൾ മൈൻഡിൽ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് എന്താണ്? പ്ലാൻ ചെയ്യുക. ഇന്ന ഹൈപ്പോത്തസിസിന് ഇന്ന ടെസ്റ്റ്. സോ അപ്പൊ അങ്ങനെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇറേഴ്സ് ഇല്ല. കാരണം വളരെ വ്യക്തമായി തന്നെ നമുക്ക് അറിയാം ഏതാണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പാറ്റേണിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഫ്രെയിം വർക്ക് ഉള്ളത് കൊണ്ട് അവിടെ ഇറേഴ്സ് വരാനുള്ള പോസിബിലിറ്റിയും കുറവായിരിക്കും. അടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട്സ് നോക്കുക. റിസൾട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് പി വാല്യൂ ലെസ് ദാൻ 0.05 ആണോ ഗ്രേറ്റർ ദാൻ 0.05 ആണോ എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ ആക്ടിവിറ്റീസിൽ മിസ്റ്റേക്സ് വരും. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വളരെ സ്പഷ്ടമായി അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ എബിലിറ്റിയിലേക്ക് പോകണമെങ്കിൽ ഹൈപ്പോത്തസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഡേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. എപ്പോഴും അതിൽ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയും പോസ്റ്റുലേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത ബേസിക്കലി നമ്മളുടെ ഹൈപ്പോത്തസിസിന്റെ ഏരിയയിൽ ഉണ്ട്. ഹൈപ്പോത്തസിസ് എപ്പോഴും നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഹൈപ്പോത്തസിസുകളെയാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഹൈപ്പോത്തസിസ് എപ്പോഴും മെഷറബിൾ ആയിരിക്കണം. ഹൈപ്പോത്തസിസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. അടുത്തത് ഹൈപ്പോത്തസിസ് ക്വാണ്ടിഫയബിൾ ആയിരിക്കണം. അതായത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് രൂപത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായി പറ്റണം. അടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റബിൾ ആയിരിക്കണം. 3 ഫോംസ് ആണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് മെഷറബിൾ ആയിരിക്കണം. അതായത് മെഷറബിളും ടെസ്റ്റബിളും തമ്മിൽ വ്യത്യാസമില്ല. മെഷറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് ഓരോ ഹൈപ്പോത്തസിസും വെറുതെ നമ്മൾ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഫോമിലാണ് എഴുതുന്നതെങ്കിൽ നമുക്കത് മെഷർ ചെയ്യാനായിട്ട് പറ്റും എന്ന് കൃത്യമായിട്ട് പോസ്റ്റുലേറ്റ് ചെയ്യാനായി സാധിക്കില്ല. പക്ഷെ ഓരോ ഹൈപ്പോത്തസിസും ജനറലി എങ്ങനെയായിരിക്കണം? അവ മെഷറബിൾ ആയിരിക്കണം. അടുത്തത് ഹൈപ്പോത്തസിസുകൾ എല്ലാം തന്നെ ക്വാണ്ടിഫയബിൾ ആയിരിക്കണം. അതായത് ക്വാണ്ടിറ്റേറ്റീവ് രൂപത്തിൽ പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് ഹൈപ്പോത്തസിസുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന സമയത്ത് ദേ മസ്റ്റ് ബി ടെസ്റ്റബിൾ. ഈ ഹൈപ്പോത്തസിസുകളെയാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ പോസ്റ്റുലേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ടാബുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യമുണ്ട്. അതായത് ഹൈപ്പോത്തസിസ് ഒരിക്കലും എന്ത് ചെയ്യരുത്? അതിനെ നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കരുത്. കാരണം നമ്മുടെ റിസർച്ചിന്റെ മേഖലയിലേക്ക് കയറുമ്പോൾ ഈ ഹൈപ്പോത്തസിസുകൾ വേണമെങ്കിൽ നമുക്ക് വെക്കാം, വേണ്ടെങ്കിൽ നമ്മൾ വെക്കണം. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. പക്ഷേ ഹൈപ്പോത്തസിസിനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും അതിന് നമ്മൾ ചെക്ക് ചെയ്തേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ അത് പ്രോബ്ലംസിലേക്ക് നയിക്കും. എന്ത് പ്രോബ്ലംസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ there comes the problem of errors എന്ന് പറയും. We have the type 1 error and we have the type 2 error. അപ്പം ഈ എറേഴ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ടിലേക്ക് എത്താനോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കൺക്ലൂഷൻ ഫോർമുലേറ്റ് ചെയ്യാനോ ഒക്കെ പിന്നീട് അത് ഇഷ്യൂ ആയിരിക്കും. സോ ഹൈപ്പോത്തസിസ് എപ്പോഴും നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് അൾട്ടിമേറ്റ് കെയർ വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ചെയ്യാൻ. കാരണം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ചിന്റെ മേഖലയിലെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ടാണ് നമ്മൾ ഹൈപ്പോത്തസിസിനെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നമ്മുടെ ഹൈപ്പോത്തസിസുകളെ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. We have the null hypothesis and we have the alternative hypothesis.
സോ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ടെൻഡേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ഹൈപ്പോത്തസിസ് എന്നുള്ളത് കൊണ്ട് ബേസിക്കലി പറയുന്നത്. സോ ഇവിടെ ഹൈപ്പോത്തസിസ് എപ്പോഴും നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനീഷൻ ഉണ്ട്, അത് ചോദിക്കാറുണ്ട്. ക്രസ്വെലിന്റെ ഡെഫിനീഷൻ ആണ് ഇവിടെ വരുന്നത്. അതിൽ പറയുന്നത് ഹൈപ്പോത്തസിസ് ഈസ് എ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് that represents the expected relationship between an independent variable and dependent variable. So ക്രസ്വെൽ ഇവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന എന്താ വെച്ചാ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപ്പെൻഡന്റ് വേരിയബിളും തമ്മിലുള്ളൊരു അസിമിലേഷൻ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് പാറ്റേൺ ആണ് ആക്ച്വലി എവിടെ നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഹൈപ്പോത്തസിസുകളെ കുറിച്ച് സാധാരണ ക്രസ്വെലിന്റെ ഡെഫിനീഷൻ തന്നിട്ട് ഇതാരുടെ ഡെഫിനീഷൻ ആണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്രസ്വെലിന്റെ ഡെഫിനീഷൻ ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈപ്പോത്തസിസ് നമ്മൾ പറഞ്ഞു, ഹൈപ്പോത്തസിന്റെ ഫീച്ചേഴ്സിലേക്ക് അത് നൾ ഹൈപ്പോത്തസിസ് ആയാലും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയാലും രണ്ടിന്റെയും ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് സർട്ടൻ ടൈപ്സ് ഓഫ് ഫീച്ചേഴ്സ് അതിനുണ്ട്. ഒന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പോത്തസിസ് എപ്പോഴും ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിരിക്കണം. നമ്മൾ ഒരിക്കലും വാരി വലിച്ച ഹൈപ്പോത്തസിസ് എഴുതാൻ പാടില്ല, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്പ് പ്ലോട്ട് ചെയ്യാനായിട്ട് ഇതിന് സാധിച്ചിരിക്കണം, എറേഴ്സ് പാടില്ല. കൃത്യമായിട്ട് നമ്മൾ എഴുതുന്ന ഹൈപ്പോത്തസിസില് ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ആ ഒരു ഇൻകറൻസ് എങ്ങനെയാണ് എന്നുള്ളത് പ്ലോട്ട് ചെയ്യാൻ പറ്റണം. ഹൈപ്പോത്തസിസ് സ്പെസിഫിക് ആയിരിക്കണം. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കണം. ദെൻ ദേ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ടെസ്റ്റിംഗ്. അതായത് ഫർദർ ആയിട്ട് എന്തെങ്കിലും മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ വേണം അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ടാബുലേഷൻ വേണമെങ്കിൽ അത് ചെയ്യാൻ കൂടി എന്ത് പ്രാപ്തമായിരിക്കണം, ഈ ഒരു ഹൈപ്പോത്തസിസ് ഫോർമേഷൻസ് പ്രാപ്തമായിരിക്കണം. നമ്മൾ പറഞ്ഞു ഹൈപ്പോത്തസിസിനെ വി ക്യാൻ ജസ്റ്റ് ഡിവൈഡ് ഇറ്റ് ഇൻടു ടു, നൾ ഹൈപ്പോത്തസിസ് ആസ് വെൽ ആസ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസിനെ H0 എന്നും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ H1 എന്നുമാണ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഒരു നെഗറ്റീവ് ഫോമിലാണ് നമ്മൾ എന്തെഴുതുക, നൾ ഹൈപ്പോത്തസിസ് എഴുതുന്നത്. അതായത് there exists no relationship between this and this variable. അപ്പം എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനെ തന്നെയായിരിക്കും, നൾ ഹൈപ്പോത്തസിസ് ആയിരിക്കും. ഈ നൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, ഇതിനെ അക്സെപ്റ്റ് ചെയ്യണോ അതോ ഇതിനെ റിജക്ട് ചെയ്യാണോ വേണ്ടത് മുതലായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H1 ആണ്. അവിടെ ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള ഒരു ടാബുലേഷൻ ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇവിടെ there exists no relation എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് there exists relationship എന്നാണ്. അപ്പൊ രണ്ട് രീതിയിലുള്ള പോസിബിലിറ്റീസ് ആണ് ആക്ച്വലി നമുക്ക് മെഷർ ചെയ്ത് തരുന്നത്. ഒന്നില് റിലേഷൻഷിപ്പ് ഇല്ല എന്ന് ഫോർമുലേറ്റ് ചെയ്ത് പറയുമ്പോൾ മറ്റേൽ എങ്ങനെയാണ് നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് ഉണ്ട്, അതിന്റെ ബേസിസിലാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് മുതലായ കാര്യം. നള്ളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നള്ള് റിജക്റ്റഡ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഓൾട്ടർനേറ്റീവ് അക്സെപ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ദ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. ഡയറക്ഷണൽ ഹൈപ്പോത്തസിസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ ഡിപ്പെൻഡന്റ് ആസ് വെൽ ആസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ തമ്മിൽ വാട്ട് ഇസ് ദ ഡയറക്ഷൻ എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ they are positively related. So how is the variables? Are they positively associated or are they negatively related? അങ്ങനെയുള്ള കോൺസെപ്റ്റ്സിനാണ് നമ്മൾ എന്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഡയറക്ഷണൽ ഹൈപ്പോത്തസിസില് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസിന്റെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡയറക്ഷൻ, റിലേഷൻഷിപ്പ് ഉണ്ട്, വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്,
പക്ഷെ അത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് നമുക്ക് ടീച്ചിങ് എക്സ്പീരിയൻസും ജോബ് സാറ്റിസ്ഫാക്ഷനും. ചിലവർക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് അവർക്ക് ഭയങ്കര അധികം സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ചിലവർക്ക് വേറെ ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് ടീച്ചറായി പോയി എന്നുള്ളൊരു ഇൻകറൻസിലേക്ക് പോകുന്ന ആൾക്കാരും കാണും. സോ ഇവിടെ ബേസിക് ആയിട്ടുള്ള നൊട്ടേഷൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫീച്ചർ എന്താ വെച്ചാൽ how they are acting അല്ലെങ്കിൽ how they are proceeding, that is very important. Next comes simple hypothesis. Simple hypothesis എന്ന് പറഞ്ഞാൽ just two variables തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ അതിനെയാണ് സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളേ ഉള്ളൂ. ഈ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള സാധാരണയുള്ള, അതായത് ജസ്റ്റ് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഒരൊറ്റ ഡിപ്പെൻഡന്റ് വേരിയബിൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ബേസിക്കലി എന്ത് പറയാം, ഇതിനെ സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്നാണ് പറയുന്നത്. കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് ഉണ്ട്. കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആൻഡ് ഗോയിങ്. അപ്പൊ ഇവിടെ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും രണ്ടധികം അല്ലെങ്കിൽ രണ്ടിൽ അധികമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. സോ ഇവിടെ എന്താണ് നമ്മൾ വേരിയബിൾസ് തമ്മിലുള്ള പോസിലേഷൻ അല്ലെങ്കിൽ വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് there comes associative hypothesis. അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ് വരുന്ന സമയത്ത് ഇവിടെ കോസ് ആൻഡ് എഫക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതായത് ഇവിടെ നമ്മൾ കോസൽ റിലേഷൻഷിപ്പ് ഇല്ല, ഇന്നത് കാരണമാണ് ഇന്നത് സംഭവിച്ചത് അങ്ങനെയൊന്നും നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ വേരിയബിൾസ് ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലാതെ പ്രൈസിൽ വേരിയേഷൻസ് വരുന്നത് കൊണ്ട് അത് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അത് പോസിറ്റീവ് ഫോമിലാണ് റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊന്നും നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ പഠിക്കുവാണ് ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ന പാറ്റേൺ ആണ് എന്ന് നമ്മൾ മാത്രം പഠിക്കുവാണെങ്കിൽ there comes causal hypothesis. അടുത്ത കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് ആയിട്ടാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിച്ചത് അസോസിയേറ്റീവ് പഠിച്ചു, കോസൽ ആണ്, അസോസിയേറ്റീവ് പഠിച്ചു, കോസൽ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോജിക്കൽ ഹൈപ്പോത്തസിസ് ആണ്. അപ്പൊ ലോജിക്കൽ ഹൈപ്പോത്തസിസിലേക്ക് നമ്മൾ പോവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു എവിഡൻസ് ആവശ്യമാണ്. നമ്മൾ ഏത് തരത്തിലുള്ള ഹൈപ്പോത്തസിസ് പോസ്റ്റുലേറ്റ് ചെയ്താലും ഒരു എവിഡൻസ് ഇല്ലാതെ മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് ജനറലി കൊമേഴ്സുകാരൊക്കെയാണ് ഇങ്ങനത്തെ ഹൈപ്പോത്തസിസുകൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അവരെന്താ ബേസിക്കലി പറഞ്ഞ വെച്ചാൽ ഹൈപ്പോത്തസിസ് എഴുതുന്ന സമയത്ത് നമ്മളൊരു ലോജിക്കൽ സീക്വൻസ് ഇല്ലാതെ, അതായത് നമ്മൾ പ്രീവിയസ് ആയിട്ട് സ്റ്റഡീസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് ആ സ്റ്റഡീസിൽ ഉപയോഗിച്ച ഫൈൻഡിങ്സ് അല്ലെങ്കിൽ കണ്ടുപിടിച്ച ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഉപയോഗിച്ച ഫാക്ടേഴ്സിനെ വെച്ചിട്ട് നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ ഫോമാറ്റിലേക്ക് പോവുക. സോ അവിടെ ബേസിക്കലി എന്താ വെച്ചാൽ ഗ്രേറ്റ് ലെവൽസ് ഓഫ് ഇൻകറൻസ് തന്നെയാണ് വരുന്നത്. കാരണം കമ്പ്യൂട്ടേഷനിലേക്ക് പോണു അല്ലെങ്കിൽ അക്കറൻസിലേക്ക് പോണു, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺക്ലൂഷൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ പലതായിട്ട് പറയാം. ഒന്നാമത്തത് നൾ ഹൈപ്പോത്തസിസ് ആണ്, റിലേഷൻഷിപ്പ് ഇല്ല. റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഡയറക്ഷൻ ഓഫ് റിലേഷൻ പറയുകയാണെങ്കിൽ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. അങ്ങനെ കൃത്യമായൊരു ഡയറക്ഷൻ പ്ലോട്ട് ചെയ്യുന്നില്ലെങ്കിൽ there comes നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. ജസ്റ്റ് ടു വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ അവിടെ ഒരു ഡിപ്പെൻഡന്റ് ഒരു ഇൻഡിപെൻഡന്റ്, there comes a simple. കോംപ്ലക്സ് ആകുമ്പം രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ജസ്റ്റ് അസോസിയേഷനെ കുറിച്ച് മാത്രം പഠിക്കുകയാണെങ്കിൽ അസോസിയേറ്റീവ്. കോസ് ആൻഡ് ഇഫക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് ബേസിക്കലി എന്താണ് ഇവിടെ കോസൽ റിലേഷൻസ്. അടുത്തത് ലോജിക്കൽ, ഒരു എവിഡൻസിന്റെ ബേസിസിൽ നമുക്ക് പറയാണ് അല്ലെങ്കിൽ ഒരു എവിഡൻസിന്റെ ഫോർമേഷനിൽ നമ്മൾ ടാബുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഹൈപ്പോത്തസിസിനെ ലോജിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയും. അപ്പൊ നമ്മൾ പറഞ്ഞു we have the null hypothesis and we have the alternative hypothesis. സോ നമ്മളിവിടെ പറയുമ്പം null hypothesis എന്ന് പറയുമ്പം there exists no relationship എന്നുള്ളതാണ് null hypothesisൽ പറയുന്നത്. റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്നതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ null hypothesis
ജനറലി നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യാറ്, റിജക്ട് ചെയ്യാണ് ചെയ്യാറ്. കാരണം എപ്പോഴും നമ്മളുടെ റിസർച്ചിന്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം നൾ ഹൈപ്പോത്തസിസ് ഒന്ന് റിജക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും അവർക്ക് കൂടുതലുള്ളത്. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലേക്ക് പോയാൽ അക്സെപ്റ്റ് ചെയ്യാനായിരിക്കും എപ്പോഴും അവർക്ക് ഫോർമേഷൻ ഉള്ളത്. ടെസ്റ്റ് ചെയ്യുന്നത് നൾ ഹൈപ്പോത്തസിസ് ആണ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അല്ല. നൾ ഹൈപ്പോത്തസിസ് H0 എന്നാണ് നമ്മൾ എഴുതുന്നത്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ H1 എന്നാണ് എഴുതുന്നത്. സോ ഇവിടെ ബേസിക് ആയിട്ടുള്ള നൊട്ടേഷൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം എന്താ വെച്ചാൽ മാക്സിമം നമ്മളുടെ നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യാൻ തന്നെ ആയിരിക്കും. അപ്പൊ ഇനിയുള്ളത് ടൈപ്സ് ഓഫ് ഇറേഴ്സ് ആണ്. നമ്മളുടെ ഈ ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ ആണെങ്കിലും റിസർച്ചിന്റെ ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്തും പലതരത്തിലുള്ള ഇറേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡിയിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോ ഇവിടെ ടൈപ്സ് ഓഫ് ഇറേഴ്സ് എന്ന് പറയുന്നതിനെ വേറൊരു പേര് വിളിക്കും ഫാൾസ് പോസിറ്റീവ്. ഇതിനെ ടൈപ്പ് 1 എറർ എന്നും വിളിക്കാറുണ്ട്. ടൈപ്പ് 1 എറർ എന്നും ബേസിക്കലി വിളിക്കാറുണ്ട്. ഇവിടെ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ we reject a null hypothesis when it is true. ട്രൂ ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്ട് ചെയ്യുന്ന കണ്ടീഷൻസിനെയാണ് ടൈപ്പ് 1 എറർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുമ്പ് പറഞ്ഞ പോലെ ഫാൾസ് പോസിറ്റീവ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇതിനെ ബേസിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫ എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ചിട്ടാണ്. നെക്സ്റ്റ് കംസ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 2 എറർ എന്ന് പറയുന്നതിനെ ഫാൾസ് നെഗറ്റീവ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഇവിടെ നമ്മൾ ബേസിക്കലി പറയുന്നത് ഇതിനെ പവർ ഓഫ് എ ടെസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് ആക്ച്വലി റിജക്ട് ചെയ്യണം, ബട്ട് ഇറ്റ് ഇസ് അക്സെപ്റ്റഡ്. ആക്ച്വലി നമ്മളത് തെറ്റായിരുന്നു, സോ അതിനെ റിജക്ട് ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത്. So what happened is that നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ലിമിറ്റ് വരെ വി ക്യാൻ അക്സെപ്റ്റ് ഇറ്റ് ആസ് ഗുഡ് അല്ലെങ്കിൽ ഓക്കെ എന്ന് പറയാം. പക്ഷേ അതിലും ബിയോണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്രിയേറ്റ്സ് പ്രോബ്ലംസ്. സോ നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും നമ്മളുടെ റിസർച്ചിന്റെ പാരഡൈം അല്ലെങ്കിൽ റിസർച്ചിന്റെ ഏരിയയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എത്രത്തോളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ. അപ്പൊ ടൈപ്പ് 1 എറർ എന്ന് പറയുന്നതിനെ നമുക്ക് ബേസിക്കലി ഫാൾസ് പോസിറ്റീവ് എന്ന് വിളിക്കാം. ആൻഡ് ബേസിക്കലി ആൽഫ, മറ്റേത് ബീറ്റ എറർ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ 1 - ആൽഫ എന്നൊക്കെ പറയുന്നത് വേറെ കോൺസെപ്റ്റുകളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക്കലി പറയുന്നത് ശരിക്കും നൾ ഹൈപ്പോത്തസിസിന്റെ കണ്ടീഷൻസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അൾട്ടിമേറ്റ് കെയറോട് കൂടി തന്നെ വേണം നമ്മൾ എന്ത് ഫോർമുലേറ്റ് ചെയ്യാൻ. നമ്മൾ ഈ ഒരു എന്താ പറയുക കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് 1 ആയാലും ടൈപ്പ് 2നെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ടൈപ്പ് 1 എറർ വരുന്ന സമയത്ത് നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ ട്രൂ ആയിരുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, അതിനെ റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഫാൾസ് പോസിറ്റീവ് എന്ന് അതിന് നമ്മൾ പറയാറുണ്ട്. ടൈപ്പ് 2 എററിന്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഫാൾസ് നെഗറ്റീവ് എന്നാണ് പറയുന്നത്, പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറയും. ബേസിക്കലി എന്താണ്, നമ്മൾ അത് റിജക്ട് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള എറേഴ്സ് തന്നെയാണ്. നിങ്ങൾ ഗൂഗിൾ നോക്കുന്ന സമയത്ത് യു ക്യാൻ സീ ദാറ്റ് ടൈപ്പ് 1 എറർ ഇസ് മോസ്റ്റ് പോയ്സണസ് എറർ. പക്ഷെ ആക്ച്വലി പ്രാക്ടിക്കൽ ലൈഫിലേക്ക് പോയാൽ ടൈപ്പ് 2 എറർ ആണ് ഏറ്റവും പോയ്സണസ് ആയിട്ടുള്ള എറേഴ്സ്. കാരണം തെറ്റായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ വളച്ച് എന്താണ് നമ്മളുടെ ഏരിയയിലേക്ക് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. So as a result, the most probabilistic error is the type 2 error. ഇനി നമ്മൾ ഇവിടെ ടെസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് സ്റ്റെപ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഫോർമുലേറ്റ് ചെയ്യണം. ഒന്ന്, റീഫ്രേസ് ദ റിസർച്ച് ഹൈപ്പോത്തസിസ്. റിസർച്ച് ഹൈപ്പോത്തസിസിനെ നമ്മൾ ആദ്യം റീഫ്രേസ് ചെയ്യണം. നമ്മൾ ആദ്യം ഒന്നുകിൽ ഡയറക്ഷണൽ ഫോമിലോ അല്ലെങ്കിൽ നോൺ ഡയറക്ഷണൽ ഫോമിലോ ഒക്കെ തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും.
So the most important consideration is ആദ്യം നമ്മൾ ഹൈപ്പോത്തസിസിനെ ഒന്ന് റീഫ്രേസ് ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ലിങ്ക് കിട്ടിയിരിക്കണം. ലിങ്ക് ബിറ്റ്വീൻ വേരിയബിൾസ്. നമ്മൾ സ്റ്റഡിയിൽ ഉപയോഗിക്കുന്ന വേരിയബിൾസ് തമ്മിൽ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അടുത്ത് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എഴുതണം. നൾ ഹൈപ്പോത്തസിസ് എഴുതുന്ന സമയത്ത് ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് ദർ എക്സിസ്റ്റ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അപ്പോൾ നമ്മൾ അവിടെ പോസ്റ്റുലേറ്റ് ചെയ്യേണ്ടത് വേരിയബിൾസ് തമ്മിൽ യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? സാമ്പിള് കളക്ട് ചെയ്യുക. ഈ ഹൈപ്പോത്തസിസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്ന രീതിയിലുള്ള സാമ്പിൾസ് കളക്ട് ചെയ്യുക. പി വാല്യൂ നമ്മൾ ഡാറ്റ എടുത്തിട്ട് SPSS എൻ്റർ ചെയ്യുക. SPSS എൻ്റർ ചെയ്തതിന് ശേഷം പി വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് ഈ പി വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക? വെച്ച് അക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്ട് ചെയ്യണോ നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് എന്നതിനെ കുറിച്ച് നമ്മളൊരു കമ്പ്യൂട്ടേഷനിലേക്ക് എത്തുക. കാരണം അതിന്റെ ബേസിസിലാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു ഫൈൻഡിങ്സിലേക്ക് പോകുന്നത്. എന്നിട്ട് നമ്മൾ കൺക്ലൂഷൻ ഫ്രെയിംവർക്ക് എഴുതുക. കൺക്ലൂഡിങ് അല്ലെങ്കിൽ റിമാർക്ക് സ്റ്റേറ്റ്മെന്റ്സ് മാർക്ക് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദിസ് മാനർ, അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ പോസ്റ്റുലേഷൻസ് എന്നതിനെ കുറിച്ച് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഹൈപ്പോത്തസിസ് എഴുതുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിനെ റീഫ്രേസ് ചെയ്യുകയാണ്. അതായത് ഹൈപ്പോത്തസിസ് ഒരിക്കലും നമ്മൾ എന്ത് ഫോമിൽ എഴുതാൻ പാടില്ല? ജനറൽ സ്റ്റേറ്റ്മെന്റിന് ഫോമിൽ എഴുതാൻ പാടില്ല. ക്ലിയർ ആയിട്ട് പ്രിസൈസ് ആയിട്ട് വേണം നമ്മൾ ഹൈപ്പോത്തസിസ് എഴുതാൻ. സപ്പോസ് നമ്മളൊരു ജനറൽ ഫോമാറ്റിന്റെ ഏരിയയിലാണ് അത് എഴുതുന്നതെങ്കിൽ അതിന്റെ റിസൾട്ടില് ഫാബ്രിക്കേഷൻസും പ്രോബ്ലംസും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വി ഹാവ് ടു അസോസിയേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. പലതരത്തിലുള്ള വേരിയബിൾസ് ഉണ്ട് നമ്മുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നതിനെ കുറിച്ച് നമുക്കൊരു കമ്പ്യൂട്ടേഷൻ ഉണ്ടാവണം. നൾ ഹൈപ്പോത്തസിസ് എഴുതണം. പ്രോപ്പർ ആയിട്ട് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് സാമ്പിൾ കളക്ട് ചെയ്തില്ലെങ്കിൽ ഡിസിഷൻസിലേക്ക് എത്തുക പലപ്പോഴും പ്രശ്നമാണ്. നമ്മൾ ഹൈപ്പോത്തസിസ് ഒക്കെ എഴുതി വെച്ച് കാണും, പക്ഷെ അതിനനുസരിച്ച് അതിന് പാരലൽ ആയിട്ടല്ല നമ്മൾ സാമ്പിൾ കളക്ഷനിലേക്ക് പോണതെങ്കിൽ പ്രോബ്ലം ആണ്. പി വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. അതിന്റെ ബേസിസിൽ നമ്മൾ ഡിസൈഡ് ചെയ്യണം പി വാല്യൂ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നതിനെ കുറിച്ച്. ആൻഡ് ദ ഫൈനൽ ഫേസ് ഇസ് ദ കൺക്ലൂഡിംഗ് ഫ്രെയിംവർക്ക്. അതായത് പ്രോപ്പർ ആയിട്ട് കൺക്ലൂഷൻ എന്ന് പറയുന്നതും നമ്മൾ എന്ത് ചെയ്യണം? ടാബുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് കംസ് chi-square ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ chi-square ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി chi സ്ക്വയർ എന്നൊന്നും പറയരുത്, chi-square ആണ് കേട്ടോ. ഇപ്പൊ chi-squareലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ പിയേഴ്സൺ ആണ്. 1900 കാൾ പിയേഴ്സൺ chi-square ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പുട്ട് ഫോർവേഡ് ചെയ്തത്. ഇതൊരു കാറ്റഗറിക്കൽ അനാലിസിസിനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് അസിമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ജെൻഡർ വൈസിൽ നമുക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുവരാം, അതേപോലെ ജെൻഡർ വൈസിൽ നമുക്ക് അസോസിയേഷൻസ് കൊണ്ടുവരാം. പല രീതിയിലും നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനുള്ള ചാൻസസ് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു ഫോർമുലേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മെക്കാനിസം വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി എന്ത് ടാബുലേറ്റ് ചെയ്യുന്നത്? chi-square ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇതിനെ പിയേഴ്സൺസ് chi-squared ടെസ്റ്റ് എന്നും നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യാറുണ്ട്. chi-squared ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ കാറ്റഗറിക്കാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാറ്റഗറിക്കൽ അസോസിയേഷൻ അല്ലെങ്കിൽ കാറ്റഗറി, ഇപ്പൊ ജെൻഡർ വൈസ് ആയിക്കോട്ടെ, ഏത് രീതിയിലായാലും അതിന്റെ പാറ്റേൺ അല്ലെങ്കിൽ അതിന്റെ ഒരു റിലേഷൻഷിപ്പ് ഫോമാറ്റിന് തന്നെയാണ് നമ്മൾ ജനറലി എന്ത് ചെയ്യുന്നത്? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹൗ യു ആർ ഗോയിങ് ഫോർ ദ റിലേഷൻഷിപ്പ് ആക്ടിവിറ്റി, ഹൗ യു ആർ ഗോയിങ് ഫോർ ദ റിലേഷൻഷിപ്പ് അമംഗ് ദ വേരിയബിൾസ്, ഇതിനെല്ലാമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പോസ്റ്റുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. chi-square ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്പെഷ്യലി നമ്മൾ പറഞ്ഞു കാറ്റഗറിക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
കാറ്റഗറി എന്ന് പറയുമ്പം എങ്ങനെയൊക്കെ ആവാം? ജെൻഡർ, ഏജ്, ഹൈറ്റ്, വെയിറ്റ്, ഇതിന്റെയൊക്കെ ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡറേഷൻസ് കൊടുക്കുന്നത്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ബേസിക്കലി അതിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക വെച്ചാൽ ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് എക്സ്പെക്ടഡ് വാല്യൂ ദ ഹോൾ സ്ക്വയർ ബൈ എക്സ്പെക്ടഡ് വാല്യൂ. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ റിലേഷൻഷിപ്പ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. കൈ സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് എക്സ്പെക്ടഡ് വാല്യൂ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്ടഡ് വാല്യൂ. ഒബ്സർവ്ഡ് വാല്യൂ പറഞ്ഞാൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫൈനൽ റിസൾട്ട് കിട്ടും, അതിനെയാണ് ഒബ്സർവ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ചിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദിസ് മാനർ എന്ന് പറഞ്ഞ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ എക്സ്പെക്ടഡ് വാല്യൂസ്. സോ കൈ സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നോക്കിക്കളയാം. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് the chi-square test is used for which type of data? എങ്ങനെയാണ് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുള്ളത്? Which type of data? Option A, continuous data. Option B, categorical data. Option C, ordinal data. And option D, interval data. So നമുക്കറിയാം chi-square test ആവുന്ന സമയത്ത് കണ്ടിന്യൂസ് ഉണ്ട്, കാറ്റഗറിക്കൽ ഉണ്ട്, ഓർഡിനൽ ഉണ്ട്, ഇന്റർവൽ ഉണ്ട്. ഇറ്റ് ഇസ് ബേസിക്കലി ഫോർ കാറ്റഗറിക്കൽ ഡാറ്റയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഈ കാറ്റഗറിക്കൽ സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ കാറ്റഗറിക്കൽ ഫോംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജനറലി എന്ത് ചെയ്യുന്നത്? ഇവിടെ ടാബുലേഷൻ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ടി ടെസ്റ്റിന്റെ ഏരിയയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓൾറെഡി അറിയാം. അതായത് സ്റ്റുഡന്റ് എന്നുള്ള പേരിൽ പെൻ നെയിം എന്നൊക്കെ പറയാം അല്ലെ. സ്റ്റുഡന്റ് എന്നുള്ള പെൻ നെയിമിലാണ് ടി ടെസ്റ്റ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റുഡൻസ് ടി ടെസ്റ്റ് എന്നും നമ്മൾ ഇതിനെ ഫോർമുലേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ബേസിക്കലി ഇവിടെ WS ഗോസറ്റ് ആണ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത് ഫോർമാറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പാറ്റേൺ തന്നെയാണ് ആക്ച്വലി ടി ടെസ്റ്റിലുള്ളത്. നമുക്കറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിന് ഇങ്ങനെയായിരിക്കും വരുന്നത്. രണ്ട് സൈഡിലേക്കും ഈക്വൽ ആയിട്ടുള്ള ടെയിൽസ് ആണ് വരുന്നത്. മാത്രമല്ല അതിന്റെ വാല്യൂ നമ്മൾ നോക്കിയാൽ മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് എന്നുള്ള ഒരു കൺഫർമേഷൻ ആണ് നമ്മൾ ഇവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അസോസിയേഷൻ തന്നെയാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ടി ടെസ്റ്റ് അല്ലെങ്കിൽ ടി ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആയിരിക്കണം. നമ്മൾ ആക്ച്വലി റിസർച്ചിന്റെ ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ സാമ്പിളിനെ ബേസ് ചെയ്തിട്ടും എന്ത് സംഭവിക്കാം, എത്രയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഇൻകർ ചെയ്യുന്നത് എന്നതിന്റെ ബേസിസിൽ ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമ്മളെ സാമ്പിള് ഒന്നെങ്കിൽ 30 അല്ലെങ്കിൽ 30-നേക്കാളും ചോടെയാണെങ്കിൽ നമുക്ക് ഏത് ടെസ്റ്റ് ഉപയോഗിക്കാം? ടി ടെസ്റ്റ് ഉപയോഗിക്കാം. ടി ടെസ്റ്റില് നമ്മളുടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആയിരിക്കും. അതായത് നമുക്ക് പഠിക്കാനുള്ള ആ വേരിയബിൾസിനെ എല്ലാം കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ടി ടെസ്റ്റിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാനായി സാധിക്കും. യു ഹാവ് 1 സാമ്പിൾ ടി ടെസ്റ്റ്, 2 സാമ്പിൾ ടി ടെസ്റ്റ് ആൻഡ് പെയർഡ് ടി ടെസ്റ്റ്. ഇങ്ങനെയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടേഷൻ വരുന്നത്. 1 സാമ്പിൾ ടി ടെസ്റ്റ് ഉണ്ട്, 2 സാമ്പിൾഡ് ടി ടെസ്റ്റ് ഉണ്ട്, പെയർഡ് ടി ടെസ്റ്റ് ഉണ്ട്. സോ 1 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മുടെ സാമ്പിളും പോപ്പുലേഷനും തമ്മിലുള്ള ഡിഫറൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് 1 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് മറ്റൊന്നിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് അറിയാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്.
സേ ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് രീതിയിലാണ് പോപ്പുലേഷൻ വരുന്നത്. ഇതിന്റെ അകത്ത് 4 ആൾക്കാരുണ്ട്, ഇതിന്റെ അകത്ത് 2 ആൾക്കാരാണുള്ളത്. സോ നമുക്കറിയാം എ എന്ന് പറയുന്ന ഈ സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റിനേക്കാളും ഇറ്റ് ഈസ് ഹയർ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ, ഒന്നിനെ മറ്റൊന്നുമായിട്ട് നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നിനെ മറ്റൊന്നുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, വൺ സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംസ് ടു സാമ്പിൾ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ്. അപ്പൊ ടു സാമ്പിൾ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ 2 ആൾക്കാരുണ്ട്, എ എന്ന് പറയുന്ന ഗ്രൂപ്പില്, ബി എന്ന് പറയുന്ന ഗ്രൂപ്പിലും 2 ആൾക്കാരുണ്ട്. ഇത് മെയിലാണ്, ഇത് ഫീമെയിൽ ആണ്. സോ നമ്മളിവിടെ ചെയ്യുവാണ്, മെയിലിന്റെ ഹൈറ്റിനെ ഫീമെയിലിന്റെ ഹൈറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്. മെയിലിന്റെ ഹൈറ്റിനെ ഫീമെയിലിന്റെ ഹൈറ്റുമായിട്ട് കമ്പയർ ചെയ്യാം. ഇവിടെ രണ്ടിലും എന്താണ്, പോപ്പുലേഷൻ സെയിം തന്നെയാണ് വരുന്നത്, സംഖ്യ ഇൻ ദ നെയിം ഓഫ് കൗണ്ട് സെയിം ആണ്. പക്ഷെ നമ്മൾ ഒരു പെർട്ടിക്കുലർ വേരിയബിൾ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തിട്ട് കമ്പയർ ചെയ്യാണ്. ഇവിടെ ഒന്ന് മറ്റൊന്നിനേക്കാൾ എത്രമാത്രം ഗ്രേറ്റർ ആണെന്ന് നോക്കുന്നതാണ് വൺ സാമ്പിൾ ടി ടെസ്റ്റ്. ഇവിടെ എന്താ വെച്ചാൽ 2 ഗ്രൂപ്പ്സ് ഉണ്ട്, ഈ 2 ഗ്രൂപ്പ്സിനെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബേസിക്കലി നമ്മൾ ടു സാമ്പിൾ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ടു സാമ്പിൾഡ് പെയർഡ് ടി ടെസ്റ്റ്. ടു സാമ്പിൾ പെയർഡ് ടി ടെസ്റ്റ് അവിടെ എന്താ നമ്മൾ ബേസിക്കലി വരുന്നത് വെച്ചാൽ ടൈം പീരീഡിന്റെ ബേസിസിൽ ഡിഫറൻസ് കമ്പ്യൂട്ട് ചെയ്യണം. ടൈം പീരീഡിന്റെ ബേസിസിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടൈം എടുക്കുന്നു. ആ ടൈമില് സപ്പോസ് ഇവരുടെ കൺസംഷൻ എങ്ങനെയാ, മെയിലിന്റെ കൺസംഷൻ റിലേറ്റീവ് ടു ഫീമെയിലിന്റെ കൺസംഷൻ എങ്ങനെയാണ്. സോ അവിടെ എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു ടൈം ബേസിസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിന്റെ ബേസിസിലാണ് അതറൻസ് വരുന്നത്. ഇനി വൺ സാമ്പിൾ ടി ടെസ്റ്റിന്റെ ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന്റെ ഫോർമുല ടി is equal to x bar minus mu by s by root n ആണ്. എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഒബ്സർവ്ഡ് മീൻ ആണ്, ആൻഡ് മ്യൂ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ ആണ്, എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, എൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് ആണ്. ടു സാമ്പിൾ ടി ടെസ്റ്റിന്റെ കേസിലേക്ക് പോകുമ്പോൾ അതിന്റെ ഫോർമുല എക്സ് ബാർ 1 മൈനസ് എക്സ് ബാർ 2 ബൈ റൂട്ട് ഓഫ് S1 square by N1 plus S2 square by N2 ആണ്. X bar 1 എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് മീൻ ഓഫ് ഫസ്റ്റ് സാമ്പിൾ, X bar 2 എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് മീൻ ഓഫ് സെക്കൻഡ് സാമ്പിൾ, S1 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് സാമ്പിൾ, S2 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്കൻഡ് സാമ്പിൾ, N1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സാമ്പിൾ സൈസ് ഓഫ് ദ ഫസ്റ്റ് സാമ്പിൾ, N2 പറഞ്ഞാൽ സാമ്പിൾ സൈസ് ഓഫ് ദ സെക്കൻഡ് സാമ്പിൾ. ഇനി ടി ടെസ്റ്റിന്റെ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ടി ടെസ്റ്റ് ഇതാ നമ്മളെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ തന്നെയാണ് വരുന്നത്, അതിന് വ്യത്യാസമൊന്നും ഇല്ല. ഇതിന്റെ വാല്യൂ -∞ ടു ഇൻഫിനിറ്റി വരെയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ ഇതിന്റെ താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 1 ആണ് വരുന്നത്. അതേപോലെ ഇറ്റ് ഇസ് എ പാരാമെട്രിക് ടെസ്റ്റ്. പലതരത്തില് നമുക്ക് ടെസ്റ്റുകൾ പറയാനായിട്ട് സാധിക്കും. യു ഹാവ് ദ പാരാമെട്രിക് ടെസ്റ്റ് ആൻഡ് യു ഹാവ് ദ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ അതിനെയാണ് ബേസിക്കലി നമ്മൾ എന്ത് പറയുന്നത്, പാരാമെട്രിക് ടെസ്റ്റ് എന്നുള്ളത് വെച്ച് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ നമ്മളുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങള് ഇന്നലെ ഒരു ചോദ്യം, നമുക്ക് ഒരെണ്ണം കൂടി പഠിക്കാനുണ്ട്, സ്പ്ലിറ്റ് ഡിസൈൻ, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിലൊരു ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്ത് തരാം, മറ്റേത് അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്ത് തരാം. അതിൽ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: while analyzing the data
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർമുല മാത്രമേ ഉള്ളൂ. ഓഫ് 4x4 Latin square design, the error degree of freedom in the analysis of variance is equal to. സോ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് നൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെങ്ങനെയാ പറയാ വെച്ചാ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ഇറർ ഇസ് ഈക്വൽ ടു ഫോർമുല എങ്ങനെയാണ് n-1 into n-2. ഇതാണ് നമ്മളുടെ ഫോർമുല. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് 4 സോ 4 - 1 into 4 - 2. സോ ഇവിടെ 3 into 2, the answer will be 6. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ തന്നെ കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ്റെത് നാളെ പറഞ്ഞുതരാം, കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റിംഗിലേക്ക് കടക്കണം. അപ്പൊ ഇവിടെ തന്നത് നമുക്കൊരു 4x4 ലാറ്റിൻ സ്ക്വയർ 4 rows 4 columns എന്നുള്ള ഫോമാറ്റ് വെച്ചിട്ടാണ് സപ്പോസ് നമുക്ക് ഇവിടെ ലാറ്റിൻ സ്ക്വയർ അസിമുലേഷൻ തന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബേസിക്കലി അതിനെങ്ങനെയാണ് ഫോർമേറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഫോർമുല n-1 into n-2 ആണ്. ദാറ്റ് ഇസ് 4 - 1 into 4 - 2 ആണ്. ദാറ്റ് ഇസ് 3 into 2 ആണ്. ആൻഡ് ദ റൈറ്റ് ആൻസർ വിൽ ബി 6. ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഇതിനെ അറ്റയർ ചെയ്യുന്നതും ഫോമാറ്റ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. നമ്മൾ റിസർച്ചിന്റെ മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഹൈപ്പോത്തസിസ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പോത്തസിസ് അസംഷൻസ് ആണ്, ടെസ്റ്റഡ് ആൻഡ് അനലൈസ് ചെയ്യണം. ഒരാൾ ഒബ്സർവേഷന്റെ ബേസിസിലാണ് വരുന്നത്. റാൻഡം വേരിയബിൾസ് ആണ്. 4 steps ആണ്. അതിനുള്ള ഹൈപ്പോത്തസിസ്, അനലൈസ്, പ്ലാൻ ആൻഡ് റിസൾട്ട് ആണ് വരുന്നത്. ഇറേഴ്സ് എന്ന് പറയുമ്പോൾ 2 ഫോർമുല ഉണ്ട്, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ. ക്രെസ്വെല്ലിന്റെ ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ഹൈപ്പോത്തസിസ് ഇസ് എ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് റെപ്രസെന്റ്സ് ദ എക്സ്പെക്ടഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈപ്പോത്തസിസ് ആകുമ്പോൾ ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിരിക്കണം, റിലേഷൻഷിപ്പ് പ്ലോട്ട് ചെയ്യാൻ പറ്റണം, സ്പെസിഫിക് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, അതുപോലെ ടെസ്റ്റ് ചെയ്യാനും പറ്റണം. നൾ, ഓൾട്ടർനേറ്റീവ്, അസോസിയേറ്റഡ് കോസൽ, സിമ്പിൾ, കോംപ്ലക്സ്, ഡയറക്ഷണൽ, നോൺ ഡയറക്ഷണൽ ആണ് ഉള്ളത്. നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും തമ്മിലുള്ള സിങ്ക്രണൈസേഷൻ നമ്മൾ നടത്തി. Then you have the type 1 error and then you have the type 2 error. Testing steps പഠിച്ചു. chi-square distribution different observed value minus expected value whole square by expected value ആണ്. കാൾ പിയേഴ്സൺ 1900 പോസ്റ്റുലേറ്റ് ചെയ്തത്. കാറ്റഗറിക്കൽ വേരിയബിൾസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടി ടെസ്റ്റിന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ 1 സാമ്പിൾ ഉണ്ട്, 2 സാമ്പിൾ ഉണ്ട്, പെയർഡ് ടി ടെസ്റ്റ് ഉണ്ട്. സ്റ്റുഡൻസ് ടി ടെസ്റ്റ് ആണ്, ഗോസറ്റ് ആണ് ഫോർമുലേറ്റ് ചെയ്ത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ആണ്. സാമ്പിൾ സൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആണെങ്കിലാണ് ഇത് എംപ്ലോയ് ചെയ്യുന്നത്. ആൻഡ് ബേസിക്കലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് പലതരത്തിലുള്ള സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ആൻഡ് ദെൻ വി വെന്റ് വിത്ത് എ പ്രോബ്ലം. അപ്പൊ ഇവിടെ ഇത് പഠിക്കുക എന്ന് പറയുന്നത്, അതായത് ഇതൊക്കെ വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ആക്ച്വലി ഇവിടെ വരുന്നത്. സോ അത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ എല്ലാവരും കൃത്യമായി തന്നെ അത് പഠിക്കുക.